എടാ നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വീട് വെക്കുമ്പോ എനിക്ക് പാതി കിട്ടിയേ പറ്റുള്ളൂ. ഈ വീട് അച്ഛൻ എനിക്ക് വേണ്ടി വെച്ചതാ. ഇതിൽ നിന്ന് 10 പൈസ കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട. എടാ ഞാനും അച്ഛന്റെ മോള് തന്നെ. ഇവിടെ നിന്ന് പാതി മേടിക്കാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയൊന്നുമില്ല. അതെ, നിങ്ങളൊന്ന് നിർത്തിക്കും. എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് നിങ്ങൾ രണ്ടുപേരും എല്ലാത്തിനും ഒരുമിച്ചായിരുന്നു. ഒരു ഫുഡ് ഷെയർ ചെയ്യാൻ പോലും നിങ്ങൾ തമ്മിൽ മത്സരമായിരുന്നു. ഇപ്പൊ വളർന്നപ്പോ സ്വത്തിന് വേണ്ടി നിങ്ങൾ പഴയതെല്ലാം മറന്നല്ലേ? ഞാൻ ഒന്നും മറന്നിട്ടില്ല. വന്ന വഴി മറക്കാനും എനിക്ക് അറിഞ്ഞൂടാ. മറന്നതൊക്കെ വേറെ ആൾക്കാരാ. ഞാനും ഒന്നും മറന്നിട്ടൊന്നുമില്ല. അത്രയും നിർബന്ധമാണെങ്കിൽ പാതി നീ എടുത്തോ. 2 ദിവസം പിള്ളേരെയും കൂട്ടി ഇവിടെ നിന്നിട്ട് പോയാൽ മതി. എടാ നിനക്ക് ഓർമ്മ ഉണ്ടാ നമ്മുടെ അമ്മ വെച്ച് തന്ന ചക്കക്കൂട്ടൻ? നിനക്ക് ഞാൻ അത് വെച്ച് തരട്ടാ. ആ, ചക്കക്കുരുമുട്ട് വെക്കണേ, അതിൻ്റെ ടേസ്റ്റ്. എന്നിട്ട് വേണം ഞാൻ ഗ്യാസ് കയറി ഓടി ട്രിപ്പ് ഇട്ട് കിടക്കാൻ. അവന്റെ മനസ്സിലിപ്പോ കൊള്ളാല്ലേ? നിനക്ക് ഇഷ്ടത്തിന് വെക്കാനാണ് നിന്റെ കെട്ടിയോന്റെ അടുത്ത് പോയി വെച്ചാൽ മതി. ഇവിടെ വെക്കല നടക്കത്തില്ല. ആ ഗ്യാസ് കയറി കിടന്ന് ചാവുമ്പോ നിനക്ക് സ്വത്തടിച്ചെടുക്കാനല്ലേ? നടക്കൂലടാ, നടക്കൂല. പിന്നെ നിനക്ക് ഗ്യാസ് അടിച്ച് കയറ്റിട്ടോടെ എനിക്ക് സ്വത്തടിച്ചെടുക്കാൻ. അല്ലെങ്കിൽ നിനക്ക് തരത്തില്ലേ? നീ എന്നെ കൊഞ്ഞിനെ കുട്ടിയില്ലേ? ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കോടാ. പിന്നെ നീ കേസ് കൊടുത്ത് അവരെ ഞാൻ മൂക്കിക്കില്ല. പിന്നെ ഞാൻ തൂഫാനെ കൊണ്ട് നീ പിടിപ്പിക്കും